അലൈക്കും. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ് കാണിക്കുന്നത്. മുട്ട വെച്ചിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിന് മുന്നേ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി മറക്കാതെ പ്രസ് ചെയ്യണം, വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇതിനായിട്ട് ഒരു കപ്പ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഞാൻ കുതിർത്ത് വെച്ചതാണ്. കുതിർക്കുന്നതിന് മുന്നേ ഞാൻ നല്ലോണം കഴുകിയിട്ടാണ് കുതിർത്ത് വെച്ചത്. അതിനുശേഷം അതിലെ വെള്ളം മാറ്റിയിട്ട് ഇതുപോലൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 3-4 കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. ഓയിലും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. കംപ്ലീറ്റ് വെന്ത് വരണ്ട. നമ്മൾ ഫ്രൈഡ് റൈസ് അല്ലേ, അവസാനം ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്, അപ്പോൾ ബാക്കി വെന്തോളും. ഒരു 80% ഇപ്പം വെന്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ ഒരു 80% വെന്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് അരി കടിക്കണം, അങ്ങനെ ഒരു പരുവത്തിലാണ് വെന്ത് വരേണ്ടത്. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് തട്ടാം. അരിപ്പയിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ 1-2 മണിക്കൂർ മാറ്റി വെക്കണം. ഇത് നമ്മൾ തണുപ്പിച്ചിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ സമയത്ത് ഇത് നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു പോവുകയും ചെയ്യില്ല. പെർഫെക്റ്റ് നല്ല ഫ്രൈഡ് റൈസ് ആയിട്ട് തന്നെ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് രാവിലെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ തലേന്ന് രാത്രി ചോറ് വേവിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് രാവിലെ എളുപ്പത്തിൽ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു ഡിന്നർ ആയിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വൈകുന്നേരം വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. രാത്രി ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട പണി മാത്രമേ ഉണ്ടാവൂ. നല്ല എളുപ്പമാണ് ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ എഗ്ഗ് ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനിപ്പോൾ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം സോയ സോസും പിന്നെ 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മുട്ട അടിച്ചെടുക്കണം. മുട്ട ഇപ്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കുക. അതിലൊരു 2 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം പെട്ടെന്ന് റെഡിയാക്കാനുള്ളതാണ്. ഓയിൽ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ വെള്ള ഭാഗവും ചേർക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. സവാള അങ്ങനെ സോഫ്റ്റ് ആയി കിട്ടുമൊന്നും വേണ്ട. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലുതാണെങ്കിൽ 1 എടുത്താൽ മതിയാവും. ഈ ഒരു അളവിനാട്ടോ പറയുന്നത്. അപ്പോൾ സവാള ഒന്ന് മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ക്യാരറ്റിൻ്റെ പകുതി ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു 3 ബീൻസും കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് കുരുമുളകിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇത് കുറച്ച് വേവുള്ളതാണല്ലോ പച്ചക്കറികൾ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം. പച്ചക്കറികളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉള്ളതുപോലെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. കൈ വരെയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു നടുഭാഗം ഫ്രീ ആയി വിട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മുട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മുട്ട ഒന്ന് ചിക്കി എടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മുട്ട ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. ഇതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പൊന്ന് ആഡ് ചെയ്യണം. ഞാനിതിലേക്ക് ഇപ്പോൾ 1 ടേബിൾ സ്പൂണോളം സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചോറുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു 1-2 ടീസ്പൂണോളം ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഒരു പച്ച കളറിലുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മുടെ ഫ്രൈഡ് റൈസ്. ചോറ് നല്ല ചൂടായിട്ട് ബാക്കിയുള്ളത് കംപ്ലീറ്റ് കുക്കായി കിട്ടണം. അതുവരെയാണ് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് നല്ല ഫ്രൈ ആയി അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ലഞ്ച് ആയാലും ഡിന്നർ ആയാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും സെർവ് ചെയ്യാം.
അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഗോബി മഞ്ചൂരിയനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഗോബി മഞ്ചൂരിയൻ ഞാൻ 2 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്